ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ആദ്യം സോൾട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് രാവിലെ, അതായത് മോർണിംഗ് ഹെയർ കെയർ റൂട്ടീനും നൈറ്റ് ഹെയർ കെയർ റൂട്ടീനും എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഇങ്ങനെ നമ്മൾ നല്ലൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ജസ്റ്റ് ഒരു മൈന്യൂട്ടായിട്ട് ഉള്ളിയും ഇതുപോലെ ഇഞ്ചിയും ഒക്കെ വെച്ചിട്ടുള്ളത് ചെറിയൊരു മസാജും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ തല കഴുകി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ മുടിയൊക്കെ നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഞാൻ നൈറ്റിൽ കെട്ടി വെച്ച് ഉറങ്ങിയതാട്ടോ. അപ്പോൾ അതൊക്കെ അഴിച്ചിട്ടിട്ട് നമ്മൾ നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കെട്ടൊക്കെ അറുത്തിടുക. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിവിടേക്ക് മുടിയിലെ ജട ഉണ്ടെങ്കിൽ കളയുക, അല്ലെങ്കിൽ മുടിക്കെട്ട് ഉണ്ടെങ്കിൽ കളയാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ കെട്ടൊക്കെ അറുത്ത് നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് നിങ്ങൾ എപ്പോഴും മുടിയിലെ കെട്ട് കളയുമ്പോഴേ അടിയിൽ നിന്ന് മുകളിലേക്ക് കളയാൻ വേണ്ടി ശ്രമിക്കുക, താഴെ നിന്ന് മുകളിലേക്ക് കളയാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് മുടി പൊട്ടിപ്പോകുന്ന ആ ഒരു ചാൻസ് ഒഴിവാക്കാൻ പറ്റുമേ. അപ്പോൾ ഇതുവരെ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ടൊന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കേട്ടോ. താഴേന്ന് ഏറ്റവും മുടിയിൽ ഏറ്റവും താഴേന്ന് ചെറുതായിട്ട് മുടി ഇങ്ങനെ കെട്ടറുത്ത് മുകളിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഒരുപാട് മുടി പൊട്ടിപ്പോകുന്ന ഇഷ്യൂസൊക്കെ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ മുടിയുടെ കെട്ടൊക്കെ കളയുക. കുറേ ദിവസമായില്ല ഞാൻ മോർണിംഗ് ഹെയർ കെയറും അതേപോലെ തന്നെ നൈറ്റ് ഹെയർ കെയറൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത്. സമയം 6:30 അല്ല കേട്ടോ, 6:30 കഴിഞ്ഞിട്ടുണ്ട്, 7 മണിയാവുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ മുടിയിലെ കെട്ടൊക്കെ നല്ലോണം ചീകളയുക കേട്ടോ. ഞാൻ എൻ്റെ മുടിയിലെ കെട്ടൊക്കെ നല്ലോണം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മോർണിംഗിൽ ഹെയർ കെയർ ചെയ്യാൻ, അതുപോലെ നൈറ്റിൽ ഹെയർ കെയർ ചെയ്യാൻ നമുക്ക് 2 സാധനം വേണം. ഒന്നെങ്കിൽ സെറം വേണം, അല്ലെങ്കിൽ അതിലൊരു ടോണർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഒന്നുമില്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അലോവേര ജെല്ലോ എന്ത് വേണേൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് അവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അലോവേര ജെല്ലും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റും അങ്ങനെല്ലാം കൂടി ഇതായിട്ടുള്ളൊരു സെറമായിരുന്നു. അത് തീർന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ കാണാം, കണ്ടോ, തീരെ ഇല്ല, വടിച്ചെടുക്കണം. സൈഡിലൊക്കെ കുറേശ്ശേ ഉണ്ട്. സംഭവം ഒരു 3 മാസമായി കേട്ടോ. ഇത് 3 മാസം ആവുന്നതേ ഉള്ളൂ. നമുക്ക് 3 മാസം വരെ ഫ്രിഡ്ജിൽ അല്ലാണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു മസാജറാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്പിൽ കണ്ട് വാങ്ങിയതാണ്. ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കയറി നോക്കുക. പ്രൊഡക്റ്റ് നല്ലതാണ്, ബെസ്റ്റ് സാധനമാണ്. നമുക്ക് ഈ ഹാൻഡിൽ വേണമെങ്കിൽ ഇടാനൊക്കെ പറ്റും കേട്ടോ, വേണ്ടാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇടുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മസാജ് ചെയ്യാൻ കംഫർട്ട്. ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വേണം. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ അലോവേരയുടെ ഒരു ഡപ്പുണ്ടായിരുന്നു, അതിലാണ് ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീട്ടിൽ തന്നെ എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കുറച്ച് അലോവേര എടുക്കുക. ഈ സംഭവം തീർന്നു പോയിട്ട് കേട്ടോ, അതുകൊണ്ടാണ് കുറേശ്ശെ എടുക്കുക. എന്നിട്ട് നമ്മൾ ടിപ്പിലൊക്കെ ഒന്നാക്കി കൊടുക്കുക. നല്ലൊരു മസാജ് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്, അതുകൊണ്ട് നമുക്കിത് സ്കാൽപ്പിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഹെയർ ഗ്രോത്തിന് ദ ബെസ്റ്റ് സാധനമാണ് ഇത്. ഈ ഒരു സെറം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, യാതൊരു തരത്തിലുള്ള കേടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. നമുക്ക് 100% നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നുള്ള ഒരു ഇതുമില്ല. 3 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ യൂസ് ചെയ്യാം. ഞാനിതെൻ്റെ റൂമിൽ ഷെൽഫിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. തീരെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഇത് നമ്മൾ നല്ല രീതിയിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, അത് വടിച്ചെടുക്കുക.
മുടിയിൽ തീരെ ആക്കണ്ട, കാരണം സ്കാൽപ്പിലാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ സ്കാൽപ്പിൽ കൊടുത്തിട്ടൊരു മസാജ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു മസാജ്, എപ്പോഴെങ്കിലും ഒരു മസാജ് നമ്മൾ മുടിക്ക് കൊടുക്കണം ഡെയിലി. പിന്നെ മസാജിലാണ് കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മസാജാണ്. അപ്പോൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാര്യം, അതായത് ഒരു സെറോ ടോണറോ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഹെയർ ഓയിലെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. ഒന്നും യൂസ് ചെയ്യാതെ വെറുതെ മസാജ് കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ഒരു ബെനിഫിറ്റും കിട്ടുക നമ്മളെ കൈ കളയാന്നല്ലാതെ നമ്മളെ സ്കാൽപ്പിൽ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വെളിച്ചെണ്ണയോ ഒന്നുമില്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ പച്ച വെളിച്ചെണ്ണയെങ്കിലും കൈൻ്റെ, അതായത് നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്പിലാക്കിയിട്ട് മസാജ് ചെയ്യുക. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ നെയിലൊന്നും കൊണ്ട് നമ്മുടെ സ്കാൽപ്പ് മുറിഞ്ഞ് പോകാതിരിക്കും നോക്കുക കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് സംഭവം തീർന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ എനിക്ക്. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൂടി കാണിച്ചു തരും കേട്ടോ, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക, അല്ല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. നല്ലൊരു മസാജ് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോസിലൊക്കെ ഒരുപാട് സൗണ്ട്, വാഹനത്തിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എൻ്റെ അടുത്ത് ദയവ് ചെയ്ത് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മസാജൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എനിക്ക് കുറച്ച് സാധനം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞു എന്നുള്ളത്. അല്ലാതെ പക്ഷേ നിങ്ങളിങ്ങനെ സെറൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നമ്മൾ മുടി കെട്ടി വെക്കാൻ പാടില്ല. കാരണം ചെറിയൊരു നനവുണ്ടാവും ഇങ്ങനെ പോയാൽ നമ്മുടെ മുടിയിൽ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അഴിച്ചിടുക കേട്ടോ. അഴിച്ചിട്ട് നല്ലതുപോലെ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടി വെക്കുക. ആ കെട്ടി വെക്കുക നമ്മൾ എന്താ പറയുക, ഇന്നിപ്പോൾ രാവിലെ ഒരു മോർണിംഗ് ഹെയർ കെയർ കൊടുത്തു കഴിഞ്ഞിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം നമ്മൾ കെട്ടി വെച്ചാൽ പിന്നെ വൈകിട്ട് അല്ലെങ്കിൽ രാത്രിയാണ് നമ്മൾ നൈറ്റ് ഹെയർ കെയർ ചെയ്യുക. അപ്പോൾ അതുവരെ നമ്മൾ ഈ മുടി ഒരു 10 പ്രാവശ്യം ഇങ്ങനെ അഴിച്ചിട്ട് കെട്ടുക, കെട്ടുക അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ നൈറ്റ് വരേക്കും നല്ല കംഫർട്ടായിട്ട് കെട്ടി വെക്കുക, അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെ മുടി കെട്ടി വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ലെവലിൽ അങ്ങനത്തെ വേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കെട്ടി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മുടി കെട്ടി വെക്കുക. അപ്പോൾ എന്നോട് കുറേ പേര് ചേച്ചി എങ്ങനെയാണ് മുടി കെട്ടി വെക്കുന്നത്, ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് മുടി കെട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്കിന്നിപ്പോൾ സ്കാൽപ്പ് ഉണങ്ങാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ സാധനം തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ, ഇതിൽ ഇനി പഠിച്ചെടുക്കാനില്ല. കണ്ടത് ഫുൾ ക്ലീൻ ആയിട്ട് എവിടെയില്ല കേട്ടോ. ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലിനില്ല. അപ്പോൾ ഇനി നമ്മളിത് വെച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. നല്ലൊരു സുഖമാണ് കേട്ടോ. ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. കാരണം ഒരുപാട് പല്ലുകളില്ലേ ഇതിലിങ്ങനെ, നമ്മൾ ഹെയറിൽ ഇങ്ങനെ തടവി പോകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ലൊരു സുഖമാണ്. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് എങ്ങനെ അത് കിട്ടുന്നുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. നമ്മൾ ഈ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സുഖം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാജ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ മസാജിങ് ആണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. നമുക്ക് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് കൈയെടുക്കാൻ തോന്നത്തില്ല നമ്മളെ തലയിൽ, നമ്മളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല മസാജ് ചെയ്യുക. അപ്പോൾ ഇതും വെച്ച് മസാജ് ചെയ്യുമ്പോൾ മുടി പൊട്ടിപ്പോവാനോ കുടുങ്ങിപ്പോവാനോ ഒന്നും കുടുങ്ങിപ്പോകുന്നത് ചെയ്യാതെ വേണം കേട്ടോ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു മസാജ് കൊടുക്കുക. അപ്പോൾ നൈറ്റിൽ ഹെയർ കെയർ ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സെറം, രാവിലെ ഈ സെറം വെച്ചപ്പോൾ രാത്രി ഇതേ സെറം തന്നെ യൂസ് ചെയ്യണമെന്നില്ല. രാത്രി നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ വൈറ്റമിൻ സിൻ്റെ സെറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ വൈറ്റമിൻ സിൻ്റെ സെറം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി റോസ്മെരീൻ്റെ എന്താ പറയുക ടോണറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ നമ്മളെ ഹിബിസ്കസും അതേപോലെ തന്നെ കുറച്ച് കരിഞ്ചീരകവും കറിവേപ്പിലയും ഒക്കെ അലോവേര ജെല്ലൊക്കെ യൂസ് ചെയ്തിട്ടൊരു ടോണർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. അത് ഫ്രിഡ്ജിൽ വെക്കണം അതെന്തായാലും. അപ്പോൾ ഒരു 2 ആഴ്ച നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ ഹെയർ ഗ്രോത്തിന്. പക്ക പറയുകയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. നല്ല ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് തരുന്നൊരു സാധനമാണ് ഹിബിസ്കസ് ഒക്കെ വെച്ചിട്ടുള്ള ഹെയർ ടോണർ. അപ്പോൾ അത് ഞാൻ എപ്പോഴെങ്കിലും ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ 3 മാസത്തേക്കുള്ള ഹെയർ സെറാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ യൂസ് ചെയ്തൊരു ടോണറായിരുന്നു, ഒരു ഹിബിസ്കസിൻ്റെ അലോവേര ജെല്ലും ഹിബിസ്കസും അതേപോലെ കരിഞ്ചീരകവും അങ്ങനത്തെ കറിവേപ്പിലയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ടോണർ. അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ, അത് വെച്ചിട്ട് ഞാനൊരു വൈറ്റമിൻ സിൻ്റെ സെറം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി എൻ്റെ ബേബി ഹെയർസൊക്കെ ഒന്ന് എന്താ പറയുക കറക്റ്റായിട്ടൊന്ന് ലെവലായി വന്നത്. മുടിക്ക് എനിക്ക് നല്ലോണം മുടി പോയിട്ടുണ്ടായിരുന്നു. മുടിക്ക് നല്ലോണം മുടിയുള്ള ആളായിരുന്നു. അപ്പോൾ മുടി പോയി അത് ചെയ്ത സമയത്ത് ഇതൊക്കെ എൻ്റെ ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ പിന്നെ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ എനിക്ക് മെയിനായിട്ട് ഇവിടെയായിരുന്നു. വെറുതെ പറയുന്നതല്ല കേട്ടോ, എനിക്ക് പക്ക ഇവിടെയൊന്നും മുടിയില്ലായിരുന്നു. ഇപ്പോൾ കുറേ വരുന്നുണ്ട്. എനിക്ക് പണ്ട് ഇതിൽ ഇങ്ങനെ പോകുന്നതാണ്, പിന്നെ നെറ്റ് കയറിപ്പോയി ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇപ്പോൾ കണ്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു ഭയങ്കര സന്തോഷമല്ലേ, നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മുടി ചെയ്യുക. നിങ്ങൾ അപ്പോൾ മുടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, മുടി കുടുങ്ങി പോകാതിരിക്കാൻ നോക്കുക. അതേപോലെ തന്നെ പല്ല് കുറച്ച് അകലുള്ള ചീർപ്പെടുക്കുക. എൻ്റെത് വുഡിൻ്റെ ചീർപ്പായിരുന്നു കേട്ടോ, അത് പൊട്ടിപ്പോയിട്ട് ഞാൻ തൽക്കാലത്തേക്ക് യൂസ് ചെയ്താണ്. ഞാൻ ഓർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ, നേമിൻ്റെ വുഡിൻ്റെ കോമ്പിന്. അപ്പോൾ അത് വന്നാൽ ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ നല്ലോണം മുടിയിൽ ചീവി കൊടുക്കുക. കണ്ടോ, നല്ല വൃത്തിയിൽ നമ്മൾ കുടുക്കൊക്കെ കളഞ്ഞിട്ട് വൃത്തിയുടെ മുടി ഇതാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ എങ്ങനെയാണ് മുടി കെട്ടി വെക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റംസ് വേണം കേട്ടോ മുടി കെട്ടി വെക്കാൻ. ചെറിയൊരു റബ്ബർ ബാൻഡ്, ഡിസ്കോ ഡോറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ ചെറിയൊരു ബട്ടർഫ്ലൈ നൈപ്പ്, ഒരു ക്രാബ്, ഒരു ബണ്ണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ കെട്ടുന്നത് നോക്കാം. ഞാൻ ആദ്യമൊക്കെ അമ്മച്ചിമാർ കെട്ടുമ്പോഴാണ് കേട്ടോ കെട്ടി വെക്കല്. പിന്നെ മക്കളെ വണ്ടിയിലാക്കാൻ വേണ്ടിയിട്ട് റോഡിന് മുകളിലൊക്കെ പോകുമ്പോൾ ഒരു വൃത്തികേടല്ലേ നമ്മൾ, ഞാനിങ്ങനെ ആക്കിയിട്ടോ. പിന്നെ എന്നാൽ എനിക്കത് അങ്ങനെ കെട്ടിയാൽ ഒരു 10 പ്രാവശ്യം ഞാനൊരു ദിവസം അഴിക്കും. അതുകൊണ്ട് അതൊക്കെ മുടിക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ കെട്ടാൻ തുടങ്ങി. ഇതാവുമ്പോഴേ നമുക്ക് രാത്രി വരെ അവിടെ തന്നെ ഇരുന്നോളും, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. മുടി നല്ലോണം മുകളിലേക്ക് കെട്ടിയിട്ട് ഇതുപോലൊരു പണ്ണിട്ട് കേട്ടോ. അതിനുശേഷം ഈ മുടിയിൽ നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു കൊടുക്കണം കേട്ടോ. വെച്ചിട്ട് ക്രാബ് കൊടുക്കുകയാണെങ്കിൽ കൂടെ അതിനുശേഷം നമ്മുടെ ഈ ഡിസ്കോടെ പറയില്ലേ, ഇത് വെച്ചിട്ട് ജസ്റ്റ് കൂടെ ഇട്ടിട്ട് കൊടുക്കുക. ബാക്കി മുടി ഇട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ മുടി നമ്മൾ മടക്കി എടുക്കുകയാണ്. മടക്കി എടുക്കുക, വൃത്തിക്ക് തന്നെ മടക്കി എടുക്കുക നോക്കുക കേട്ടോ. ഉള്ളിലേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു
നമ്മുടെ ഈ ബട്ടർഫ്ലൈൻ്റെ കാവില്ലേ അത് കുടുക്കി കൊടുക്കുക കേട്ടോ ഉള്ളിലായിട്ട്. ഞാനിങ്ങനെയാണ് മുടി കെട്ടി വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്. അപ്പോൾ രാത്രി വരെ ഇതവിടെ കിടന്നോളും, ഒരു ശല്യമല്ല. കണ്ടോ? അപ്പം ഇനി ഇത് രാത്രി ഇനി കെട്ടഴിക്കുള്ളൂ. രാത്രി കെട്ടഴിച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു ഹെയർ സെറോ അല്ലെങ്കിൽ ടോണറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്, എന്തെങ്കിലും ആൽമണ്ട് ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ലൈറ്റായിട്ടൊരു മസാജ് കൊടുക്കും. അതിന് ശേഷം മുടി ഒന്നുകിൽ നിങ്ങൾക്ക് മെടഞ്ഞിടാം, അല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ അമ്മച്ചിമാരി കിട്ടുന്നവരെ കെട്ടി വെച്ചിട്ട് കിടക്കുക. അഴിച്ചിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം മുടിയുടെ സ്പ്ലിറ്റൻസും അതുപോലെ മുടി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നൈറ്റ് ഹെയർ കെയർ എങ്ങനെയാണെന്ന് പ്രത്യേകിച്ചൊരു വീഡിയോൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഫോളോ ചെയ്യുക. നമ്മൾ ഒരു ദിവസം ഹെയർ മാസ്ക് യൂസ് ചെയ്താൽ പിറ്റേ ദിവസം നമ്മൾ തല കുളിക്കുന്നില്ല എന്ന് പറയുന്ന ദിവസം ഇതുപോലൊരു മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കൊടുക്കുക. അതാണ് നമ്മൾ മുടിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കാം. ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം എൻ്റെ ആരീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ.